പറയാനുള്ള മെയിൻ റീസൺ ഇത് മാത്രമാണ്. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മുന്നോട്ടുള്ള ജീവിത യാത്രകളിൽ ഓരോ വിഷയങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം, അങ്ങനെ വിഷയങ്ങൾ കയറി വരാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട. ഇവിടെ നോക്കണം, ഹല്ലേലൂയ, ഭയത്തിൽ കഴിയുന്നവരോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ, ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കാം, ഒരുപക്ഷെ ആമേൻ ഹല്ലേലൂയ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നീറുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ ഭയത്തെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ ആമേൻ, എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ കർത്താവിൽ ആശ്രയിക്കാം, ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. ഒരുപക്ഷെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമ്മൾ താളടിയാകുവാൻ ചാൻസ് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ടാൽ ആമേൻ ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. മനുഷ്യർ പറയുന്ന റൂട്ടിൽ നമ്മൾ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വീണു പോകുവാനും പരാജയപ്പെടുവാനും താളടിയാകുവാനും ചാൻസ് ഉണ്ട്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. ആമേൻ. ഞാനിവിടെ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ. ഭയത്തോടെ ആയിരിക്കുന്നവർ ഇന്നു മുതൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ എന്തിൽ തൊട്ടാലും പരാജയമാണ് നിങ്ങളുടെ കൺമുൻപിലുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആമേൻ ശത്രു പദ്ധതി ഇട്ടതിൻ്റെ മേൽ നിങ്ങൾക്ക് ജയം വേണമെങ്കിൽ നിങ്ങൾ ഈ യേശുവിനെ ആശ്രയിച്ച് പറ്റും. ആമേൻ ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് മേഖലയിൽ ആയിക്കൊള്ളട്ടെ, ആമേൻ ഹല്ലേലൂയ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ഭയം കൊണ്ടിട്ട് നിങ്ങളെ ആമേൻ വല്ലാത്ത അസ്വസ്ഥതപ്പെടുത്തുന്ന ആ മേഖലയെ നോക്കി ആമേൻ ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. സകലത്തിലും എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളിലും മതിയായ ഒരുവനുണ്ടെന്ന് പറഞ്ഞാൽ അത് സർവശക്തനായ ദൈവമല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തൊക്കെ ആമേൻ സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, മാതാവേ, പിതാവേ, ഹല്ലേലൂയ, നിങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ ഭയം കൊണ്ടിട്ട് നിങ്ങളെ ഉറക്കം കെടുത്തുന്ന, നാളെ എന്തായിത്തീരും, ആ കാര്യം എങ്ങനെ